ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുക്ക് വിത്ത് സ്തുതി. അപ്പോൾ ഇന്ന് നമുക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി അപ്പം തയ്യാറാക്കാം. അപ്പോൾ ഇൻഗ്രീഡിയൻസ് എടുക്കുന്നതും അളവും എല്ലാം ഞാൻ ചെയ്യുന്ന രീതിയിൽ ചെയ്താൽ നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല ആരെടുത്ത അടിപൊളി നമ്മളുടെ ഗോതമ്പ് പൊടി കൊണ്ടുള്ള അപ്പം റെഡിയാവും. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ കാണുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം. തയ്യാറാക്കാനായിട്ട് തുടങ്ങും. ഞാൻ മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 കപ്പോളം ഉള്ള വെള്ളം, നോർമൽ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പോളം ഉള്ള ഗോതമ്പ് പൊടിയാണ്. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 2 ഏലക്ക, മുഴുവനെയുള്ള ഇതേപോലെയുള്ള ഏലക്ക ചേർത്ത് കൊടുക്കുക. അതിനുശേഷം വേണ്ടത് നമ്മളുടെ ജീരകപ്പൊടിയാണ്. ചെറിയ ജീരകത്തിൻ്റെ പൊടി ഒരു 1/2 ടീസ്പൂണോളം. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ഒരു 2 പിഞ്ചോളം ഉള്ള ബേക്കിംഗ് സോഡ ഒന്ന് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. 1 പിഞ്ച് ഉപ്പേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ നല്ല രീതിയിൽ ഒന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ ഇവിടെ ഒന്ന് ഞാൻ അരച്ചെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ ഒരു കാര്യം ഒന്ന് വിട്ടുപോയി. അപ്പം നമുക്ക് ഈ ടൈമിൽ അതൊന്ന് ചേർത്ത് നല്ല രീതിയിൽ വീണ്ടും ഒന്ന് അരച്ചെടുക്കുക. അതിനുവേണ്ടി ഞാനൊരു 1/4 കപ്പ് ഫ്രഷ് നാളികേരം ചിരകിയതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. നിങ്ങൾ എല്ലാം ചേർത്ത് കൊടുക്കുന്ന ടൈമിൽ തന്നെ ഇത് ചേർത്ത് കൊടുത്ത് അരച്ചെടുക്കുക. അപ്പോൾ ഞാനിതൊന്ന് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നമുക്കിത് നല്ല രീതിയിലൊന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം. ഇപ്പോൾ അരച്ചെടുത്ത ആ ഒരു മിക്സ് ഞാൻ ഈ ഒരു ബൗളിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണേ. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതൊന്ന് മാറ്റി വെക്കാം. അതിനുശേഷം അടുപ്പിലൊരു പാൻ വെച്ചു. പാനിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളം ഉള്ള ഗീയും അതേപോലെ തന്നെ 1 ടീസ്പൂണോളം ഉള്ള വെളിച്ചെണ്ണയും കൂടെയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊന്ന് ചൂടായി വരുമ്പോൾ ഞാൻ ഇതേപോലെ ഒരു 1/4 കപ്പോളം ഉള്ള ചെറിയ രീതിയിൽ ചോപ്പ് ചെയ്തെടുത്ത് കോക്കനട്ട് പീസസ് ആണ്, അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്ത് ഒന്ന് മൂത്ത് വരാൻ തുടങ്ങുമ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 1/4 കപ്പോളം ചെറിയുള്ളി തന്നെ കാണും, അതും കൂടെ ഞാൻ ഇതേപോലെ ഒന്ന് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് രണ്ടും കൂടെ നല്ല രീതിയിൽ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. കണ്ടോ, ഇവിടെ നമ്മുടെ ആ ഒരു തേങ്ങയും ചെറിയുള്ളിയും കൂടെ കിടന്ന് ഇതേപോലെ നല്ല രീതിയിൽ ഒരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് ആകുന്നിടം വരെ ഞാനൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇത് മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊരു വേറൊരു ബൗളിലേക്ക് മാറ്റാം. അതിനുശേഷം ഞാൻ വീണ്ടും ഒരു പാൻ വെച്ചു. പാനിലേക്ക് ഇതേപോലെ ഒരു 3 അച്ച് ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു 1/2 കപ്പോളം ഉള്ള വെള്ളവും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തതിന് ഇതെല്ലാം നല്ല രീതിയിൽ ഒന്ന് ഉരുകി വരണം. ഇപ്പോൾ ഇവിടെ നമ്മുടെ ശർക്കര ഉണ്ട് ഉരുകാൻ വെച്ചാൽ നല്ല രീതിയിൽ എല്ലാം ഒന്ന് ഉരുകി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പിൽ നിന്ന് എടുത്തതിന് ശേഷം നമ്മൾ ആദ്യമേ തന്നെ തയ്യാറാക്കി വെച്ചിരുന്നില്ല ആ ഒരു ബാറ്റർ, അതിലേക്ക് ഒരു അരിപ്പ വെച്ച് ചൂടോടുകൂടി തന്നെ ഇതൊന്ന് ഈ ഒരു ശർക്കര പാനി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കണം, എന്നാലേ നമ്മുടെ അപ്പം വളരെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തതിന് ശേഷം വേഗം തന്നെ നമുക്കൊരു തവി ഉപയോഗിച്ച് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യുക. അല്ലെന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി പെട്ടെന്ന് ചൂടുള്ള ശർക്കര പാനി ആയതുകൊണ്ട് ഗോതമ്പ് പൊടി പെട്ടെന്ന് വെന്തും പോകും, കട്ട പിടിക്കും. അതുകൊണ്ട് തന്നെ വേഗം തന്നെ മിക്സ് ചെയ്ത് നല്ല രീതിയിൽ എടുക്കാം. ഇപ്പോൾ ഇവിടെ കണ്ടോ, നല്ല രീതിയിൽ മിക്സ് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഈ ഒരു ചൂടോടുകൂടി ഒഴിച്ച് ഇളക്കുന്നതിലാണ് നമ്മളുടെ ആ ഒരു അപ്പം നല്ല ആരോടുകൂടി അടിപൊളിയായിട്ട് വരുന്നത്. അത് നല്ല രീതിയിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് ചെയ്യണം. ഇപ്പം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട് നമ്മുടെ ബാറ്റർ. ഇത് മതി. ഇനി ഞാൻ ആദ്യമേ തന്നെ തയ്യാറാക്കി വെച്ചിരുന്നില്ലേ ആ ഒരു ഗീയിലും വെളിച്ചെണ്ണയിലും ഒക്കെ ചെറിയുള്ളിയും കോക്കനട്ട് പീസസും കൂടെ, അതിൻ്റെ ഹാഫ് ഞാനിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. ഹാഫ് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഹാഫ് ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇതിപ്പോൾ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട, കാരണം ബേക്കിംഗ് സോഡ ഉണ്ടായതുകൊണ്ട് തന്നെ ഇനി നമുക്കിത് തയ്യാറാക്കാം. അതിനുവേണ്ടി നമ്മൾ ആദ്യമേ തന്നെ ഇതൊക്കെ വറക്കാൻ ആവശ്യമായിട്ട് എടുത്ത പാനില്ലേ, അതിൽ തന്നെയാണ് ഞാൻ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇപ്പം പാനൊന്ന് നല്ല രീതിയിൽ ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മുടെ പാൻ നല്ലതുപോലെ ചൂടായി കിടക്കുക. ചൂടായ പാനിലേക്ക് 2 തവിയാണ്, ഞാൻ ഇതേപോലെയുള്ള 2 തവിയാണ് ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നത്. ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല ഹൈ ഫ്ലെയിമിലായിരിക്കണം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം വേഗം തന്നെ നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക. ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മൾ ആ വറുത്ത് വെച്ചിരുന്ന ആ ഒരു കോക്കനട്ട് പീസസും ചെറിയുള്ളിയൊക്കെ ഇല്ലേ, അതിൻ്റെ കുറേശ്ശെ എടുത്ത് ഇതേപോലെ മുകളിൽ ഒന്നിട്ട് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമുക്കിത് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുത്ത് ഒരു 3-4 മിനിറ്റ് ആയിട്ടുണ്ടായിരുന്നു. നമുക്കൊന്ന് തുറന്ന് നോക്കാം. വെന്തോന്ന് അറിയാൻ വേണ്ടി ഒരു ടൂത്ത് പിക്കോ ഫോർക്കോ എല്ലാം വെച്ച് ഇതേപോലെ ഒന്ന് കുത്തി, അപ്പം കുത്തി നോക്കുമ്പോൾ നമ്മളുടെ ടൂത്ത് പിക്ക് നല്ല ക്ലിയർ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. ഇനി ഇത് മതി. ഇനി സൈഡിൽ നിന്ന് ഇതേപോലെ ഇളക്കിയതിന് ശേഷം നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പം കണ്ടോ, നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നമുക്ക് ഗോതമ്പ് പൊടി വെച്ച് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അപ്പം തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് വലിയവർക്കും കുഞ്ഞുങ്ങൾക്കും എല്ലാം ഒരേപോലെ ഇഷ്ടപ്പെടും. വൈകിട്ട് ചായയുടെയൊക്കെ കൂടെ ഒരു അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അപ്പോൾ ഇതേപോലെ ഒരു പുത്തൻ റെസിപ്പിയിലൂടെ കാണുന്നിടം വരെ ബൈ ബൈ, ടേക്ക് കെയർ.